ഈ ഒരു സെറ്റ് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഒരു ടിഷ്യൂ മെറ്റീരിയലിലേക്ക് ബ്രൈഡ്സ് മെയ്ഡിന് ഇടാൻ വേണ്ടിയിട്ട് 20 പീസ് അല്ലേ, 20 പീസ്. വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് റേഞ്ചിലേക്കാണോ നമ്മളിത് സെറ്റ് ചെയ്തത്. ഒരു ബേൺഡ് ഓറഞ്ച് കളറ്. മോള് അത് അവിടെ ഒന്ന് വിരിച്ച് കാണിച്ച സ്കേർട്ട് സിമ്പിളാണ്. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു പാനൽ സ്കേർട്ട്. ടിഷ്യൂവിൽ വന്നു, ടോപ്പ് ഇങ്ങനെ വന്നു, ദുപ്പട്ട ഇങ്ങനെ വന്നു. പിന്നെ നമുക്ക് എയർപോർട്ടിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. അപ്പൊ വലിയ ഹെവി ആക്കാനും പറ്റില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് സ്റ്റിഫ്നെസ്. ഇത് NRI കസ്റ്റമർ ആയിരുന്നു. അപ്പൊ അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു. അപ്പൊ 20 ലെഹങ്കാസ് ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അന്ന് അതിന്റെ ലുക്കും കുറയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ലെയർ ഓഫ് സ്റ്റിഫ്നെറ്റ് നന്നായിട്ട് അത് ഒതുക്കി കറക്റ്റ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 20 പീസാണ് വരണേ. ഇനി ഇതിന്റെ തന്നെ ഒരു കളറും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ 20+20 40 പീസാണ്. ഈ ഒരു പാറ്റേണും ഫുള്ളി നമ്മൾ ഓൺലൈനിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തതാണ്. ഇത് കണ്ടോ, സ്കേർട്ട് ചിക്കൻ കാരി മെറ്റീരിയൽ ആണ്. ഇതിനെ ഡൈ ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ കളറിലേക്ക് ആക്കിയിട്ട് അപ്പം ഫുൾ ത്രെഡ് വർക്കും പിന്നെ ഈ ഒരു ഹാങ്ങിങ്ങും ആണ് നമ്മൾ ഇതിൻ്റെ ഹാൻഡ് വർക്കായിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് ഒന്ന് കാണിച്ച്, ടോപ്പിൻ്റെ നല്ല വൈഡായിട്ട് ഡീപ്പായിട്ട് ബോക്സ് സ്ക്വയർ പോലെ ചെയ്യാ. പിന്നെ ഒരു സ്വീറ്റ് വാട്ടാണ് ഫ്രണ്ടിലേക്കും വരണേ. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ 20 പീസാണ്. അപ്പോൾ ഇതൊരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ബ്രൈഡ്സ് മെയ്ഡിൻ്റെ ഫസ്റ്റ് സെറ്റ് ചെയ്തു. അതിന് ശേഷമാണ് കസ്റ്റമർ ഡയറക്റ്റ് വന്ന് ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നു. ഇത് ഫുള്ളി ഓൺലൈൻ ചെയ്തെടുത്ത നമ്മൾ ബ്രൈഡ്സ് മെയ്ഡിന് വേണ്ടി ഫുള്ളി ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ഇന്നലെയാണ് നമ്മളുടെ ഷോപ്പിലെത്തിയത്. ആദ്യത്തെ തന്നെ ഒരു ട്രയലിലെല്ലാം കംഫർട്ടായി, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും ബാക്കിയത്തെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവർ 10th തിരിച്ചു പോകുമ്പോൾ എല്ലാം കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും NRI ആ ഒരു ഇതിൽ ഓൺലൈനിൽ ഇരുന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കളക്ഷൻസാണ് നമ്മളുടെ പൂണോളി സിൽക്സിലുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റോർ വിസിറ്റ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങളുടെ മുൻകൂട്ടിയുള്ള എൻക്വയറി എല്ലാം തന്നെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാട്സപ്പിലുള്ള ഓരോ നമ്പറുകളായിട്ടും ബന്ധപ്പെട്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യുക. നമ്മളുടെ അങ്കമാലി സ്റ്റോറിലും എടപ്പള്ളി സ്റ്റോറിലും ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ കളക്ഷൻസ് അവൈലബിൾ ആണ്. താങ്ക്